അപ്പോൾ ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ വേണം, നമ്മൾക്ക് എത്രയും വേഗം ഇത് കിടന്ന് നിങ്ങൾക്കൂടല്ലേ ബുദ്ധിമുട്ട്. നിങ്ങൾ പക്ഷെ ഇത്ര വലിയൊരു ജീവി സാറേ, ഇതിലെ മുഴുവനും നേരം വൈകുന്നേരം ആയാൽ നേരം വെളുക്കോളം നടക്കുകയാണ്. പാവപ്പെട്ട റബ്ബർ വെട്ടുകാര്, തേപ്പുകാർ, പണിക്കാർ മുഴുവനും യാത്ര ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി ഒന്നും ചെയ്യണില്ല, ഒന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യണില്ല. ഇത്രയും ജനങ്ങളോട് ചോദിച്ചു, ഒന്നും ചെയ്യണില്ല. നിയുക്തമായ ഒരു തീരുമാനം, കാതലായ ഒരു തീരുമാനമാണ് ഈ വന്യജീവികൾ ഇങ്ങനെ കയറി ശല്യം ചെയ്യുന്നത്. ഒന്നും രണ്ടും നാലും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ടവന്റെ പ്രശ്നമാണ്, കർഷകന്റെ പ്രശ്നമാണ്. അപ്പൊ ശക്തമായ തീരുമാനം എടുത്തിട്ട് അത് വേണം ഞങ്ങൾക്ക് പറയാം. ഞങ്ങളെ ജീവന്റെ പ്രശ്നം. അതെ, ഞങ്ങൾക്ക് സ്വന്തമല്ല, ഞങ്ങളെ മക്കളും ഞങ്ങളെ പരമ്പരന്റെ മുഴുവനും ജീവൻ പ്രശ്നമാണ്. കൃഷി നശിപ്പിക്കാനല്ല, ഞങ്ങളെ സ്വത്തിന് ഇവരെ കൊണ്ട് നഷ്ടമാണ്, ഞങ്ങളെ ജീവന് ഞങ്ങൾക്ക് നഷ്ടമാണ്. വേറൊന്നുമല്ല, ഈ വന്യമൃഗങ്ങളെ ലൈസൻസ് ഉള്ള ഉള്ളവരെ കൊണ്ട് വെടിവെപ്പിക്കേണ്ട ആളുകളെ, അല്ല അതിന് ശാശ്വതമായ പരിഹാരമല്ല. പന്നിനി, ആനനി, കൊരങ്ങിനി അല്ല എന്ത് ചെയ്യാനാ, ജീവിക്കണ്ടേ ഞങ്ങൾക്ക്. പ്രസിഡന്റിനോട് സാർ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന്റെ ഏജൻസി നമുക്ക് ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് സഹകരിച്ചു തരിക. ഞങ്ങൾ സഹകരിച്ചു, വേറെ ഒന്നുമില്ല. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് സാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാർ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പരാതി മനസ്സിലാക്കി കൃത്യമായി അറിയിക്കാം. മറ്റു നടപടികളൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവട്ടെ. ഓക്കെ സാറേ, അതൊരു സുഖമുള്ള മറുപടി അല്ലട്ടോ സാറേ. അതൊരു സുഖമുള്ള മറുപടി അല്ല സാറ് പറയണേ. അതല്ല, വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? ഞങ്ങളെ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ബന്ധപ്പെട്ട DFO അടക്കമുള്ള ആൾക്കാരെ പഞ്ചായത്ത് 2 ദിവസം വിളിച്ചെടുക്കാം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പുവരുന്നതാണ്. സാറേ, ഞങ്ങൾ MLA അടക്കമുള്ള ജനപ്രതിനിധി കൂട്ടി, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരും കൂടി യോഗം വിളിച്ചതിന് ശേഷമേ ഭാവിയിലുള്ള ഇവിടുത്തെ നടപടി സ്വീകരിക്കാവൂ എന്ന് സാറിനോട് ഞങ്ങൾ പറയാണ്. അതേ തിങ്കളാഴ്ച ചെറിയ അസൗകര്യമുണ്ട്. ചൊവ്വയോ ബുധനോ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് തീരുമാനിച്ച് 6 മീറ്റിംഗിൽ വിളിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കും. അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഇവരെ അറിയിക്കുക. അതിൽ ഡിസ്കസ് ചെയ്യും. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും നേടാൻ പാടില്ല, നിയമപരമായ പാടില്ല. അതാണ് പറയേണ്ടത്. അത് പിന്നെ ഈ ആണ്ട് അപ്പോൾ ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ വേണം, നമ്മൾക്ക് എത്രയും വേഗം ഇത് കിടന്ന് നിങ്ങൾക്കൂടല്ലേ ബുദ്ധിമുട്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കി. ഈ മഴയും ഇതുമൊക്കെ വരുന്നു, ഇതിനെ മാറ്റണ്ടേ എവിടുന്ന്? ഞങ്ങൾക്ക് അറിയേണ്ടതാണ്, ഈ നാട്ടുകാർക്ക് അറിയേണ്ടത്. ഈ ആണിനെ കുറിച്ച് പിന്നീട് ഈ ഇവിടെ ഏതെങ്കിലും ഒരാളെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. അതിന് ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്തുവാണോ അത് നമ്മൾ പറയണ്ട. അത് ഞങ്ങൾക്ക് ഈ ആണിനെ കുറിച്ചുള്ള പ്രശ്നം നമുക്കറിയില്ല. ഈ ആണിനെ ചെല്ലിവിടെ ഒരാളെ പേരിൽ കേസോ കംപ്ലൈന്റ് ഒന്നും പാടില്ല. നിയമ
അതിപ്പോ പോയാൽ നമ്മളൊക്കെ വളവാണ്. അത് നിങ്ങൾ ജോലിയാണ് പറയുന്നത്. അത് പറയാൻ പറ്റില്ല. അത് ഇവിടെ പറയണം. അത് നിങ്ങൾ തീരുമാനം ഇവിടെ പറയണം. മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഒന്നും ഉണ്ടാവില്ല. 6 മാസം സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സഹായിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തി അവിടുന്ന് ഒരു സമ്മർദ്ദം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ മെല്ലെ പോകാമെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് ഇപ്പോൾ അവർക്ക് നടപടിക്കാൻ പറ്റില്ല, മറ്റൊന്നും പറയാൻ പറ്റില്ല. സോളാർ പാസ്സാക്കി പോയല്ലോ പരിഹാരങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു
നിപ്പ നവലടിച്ചോ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കേസല്ലേ നവല് കൊടുത്തു ശരി സ്നേഹനൊന്ന് വിളിച്ചു പറഞ്ഞേ ആട്ട തീർക്കാൻ സാറേ ശരിട്ടോ റോഡ് വീതിണ്ടല്ലോ അതിനൊപ്പം മുന്നിലും ബാക്കിലും കരണ്ട തിരിച്ചു അത്